ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നല്ലൊരു കുട്ടി സ്റ്റോറിയും എല്ലാവർക്കും പ്രയോജനകരമായ ഒരു വിഷയത്തെക്കുറിച്ചുമാണ് പറയുവാനായി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പലപ്പോഴും പല സാഹചര്യത്തിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതായ ഒരു വലിയ വിഷയമാണ് ഇന്നത്തെ വിഷയം. നല്ല ഒരു സുഹൃത്തിൻ്റെ വില, അതായത് കൂട്ടുകാരൻ്റെ വില. ഒരു നിസ്സാരമായ ഉപകാരം കൊണ്ട്, അതായത് ഒരു ചെറിയ ഉപകാരം കൊണ്ട് ഒരു വലിയ ബന്ധത്തിനെ പടുത്തുയർത്തുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വിഷയത്തിൽ കൂടുതലായി ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ കുട്ടി സ്റ്റോറിയിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഇന്നത്തെ കഥയുടെ പേര് കൂട്ടുകാരൻ്റെ വില. ഒരിടത്ത് അപ്പു എന്ന പേരുള്ള ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പുവിന് കളിക്കാൻ ഒരുപാട് പുതിയ ടോയ്കളും കാറുകളും പന്തുകളും ഉണ്ടായിരുന്നു. അപ്പുവിനാണെങ്കിലോ പുതിയ പുതിയ കളിപ്പാട്ടങ്ങൾ എപ്പോഴും അച്ഛനോട് വാങ്ങിത്തരാൻ ആവശ്യപ്പെടാറുണ്ടായിരുന്നു. അച്ഛനാണെങ്കിലോ അതൊന്നും നിരസിക്കുകയും ഇല്ല. മകൻ എന്തു ചോദിച്ചാലും മേടിച്ചു കൊടുക്കുമായിരുന്നു. കാര്യം അപ്പുവിനെ വലിയ ഇഷ്ടമായിരുന്നു അപ്പുവിൻ്റെ കുടുംബത്തിന്. അങ്ങനെ ഇരിക്കെ അപ്പുവിൻ്റെ ക്ലാസ്സിലേക്ക് രാജു എന്ന പേരുള്ള പുതിയൊരു കുട്ടി വന്നു. രാജു ആണെങ്കിലോ ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു. രാജുവിന് ധരിക്കാൻ നല്ല വസ്ത്രങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പഴയ വസ്ത്രങ്ങളൊക്കെയാണ് രാജു ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ രാജു വളരെ നന്നായി കളിക്കുമായിരുന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഒരു ദിവസം സായാഹ്നത്തിൽ അപ്പുവും കൂട്ടുകാരും ഫുട്ബോൾ കളിക്കുകയായിരുന്നു. അങ്ങനെ രാജുവിനെയും അവർക്കൊപ്പം അവർ കൂട്ടി കളിക്കുവാൻ വേണ്ടി. അങ്ങനെ കളി തുടങ്ങി. എല്ലാവരും കളിയിൽ ശ്രദ്ധിച്ചു. രാജുവിൻ്റെ പക്കലാണെങ്കിലോ ഒരു ഫുട്ബോളോ കാലിലിടേണ്ട ഷൂവോ ആ ഫുട്ബോളിനെ കുറിച്ചുള്ള ഒരു സ്പോർട്സ് ഐറ്റംസും ഉണ്ടായിരുന്നില്ല. പക്ഷേ രാജുവിന് ഫുട്ബോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കുവാൻ സാധിച്ചു. എങ്ങനെ ഗോളടിക്കാം, എങ്ങനെ കളി നന്നായി കളിക്കാം എന്നൊക്കെ രാജുവിന് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അങ്ങനെ കളി തുടർന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും കളിയിൽ ലയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അത് സംഭവിച്ചത്. നമ്മുടെ അപ്പു കാല് തെന്നി തെറിച്ച് തറയിലേക്ക് മറിഞ്ഞു വീണു. ആ മുറിവിൻ്റെ ആഘാതത്തിൽ അപ്പുവിൻ്റെ കൈയും കാലും ഒക്കെ മുറിഞ്ഞു. കൂടെ കളിച്ചിരുന്ന കൂട്ടുകാരെല്ലാം അമ്പരന്ന് നിൽക്കുന്ന സമയത്ത്, അതായത് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ആ സമയത്താണ് രാജു പെട്ടെന്ന് അപ്പുവിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. അപ്പുവിനെ ആശ്വസിപ്പിക്കുകയും രാജുവിൻ്റെ കയ്യിലിരുന്ന കർച്ചീഫ് എടുത്ത് അപ്പുവിൻ്റെ മുറിവുകളിൽ അമർത്തിപ്പിടിച്ചു. രാജു എന്നിട്ട് പറഞ്ഞു, ഇതൊന്നും പ്രശ്നമില്ല, ഇപ്പോൾ എല്ലാം ശരിയാകും, നീ ധൈര്യമായിരിക്കുക എന്ന ആശ്വാസവാക്കുകൾ കൊണ്ട് അപ്പുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു രാജു അപ്പുവിനെ എഴുന്നേൽപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തു. അപ്പുവിനെ രാജു തന്നെയാണ് വീട്ടിൽ കൊണ്ടാക്കിയ ശേഷം രാജു മടങ്ങിപ്പോയി. രാജുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന കർച്ചീഫ് അപ്പുവിൻ്റെ മുറിവുകളിൽ പിടിക്കുമ്പോൾ അഴുക്കായിരുന്നെങ്കിലും, അതായത് പഴയതായിരുന്നെങ്കിലും അതൊരു വലിയ സഹായമായിരുന്നു. അന്ന് രാത്രി അപ്പു ആലോചിച്ചു, രാജുവിൻ്റെ പക്കൽ പുതിയ കളിപ്പാട്ടങ്ങളൊന്നുമില്ലെങ്കിലും രാജു ഒരു നല്ല കൂട്ടുകാരനാണ് എന്ന് അപ്പുവിന് മനസ്സിലായി. രാജു തനിക്ക് ആവശ്യമായ സമയത്ത് സഹായിക്കാനെത്തി. അടുത്ത ദിവസം അപ്പു സ്കൂളിൽ ചെന്നപ്പോൾ രാജുവിനെ കാണുകയും രാജുവിനോട് അങ്ങോട്ട് ചെന്ന് അപ്പു സംസാരിക്കുകയും ചെയ്തു. രാജുവിനോട് വളരെയധികം നന്ദി പറഞ്ഞു. അങ്ങനെ അവർ ഒരുമിച്ച് കളിക്കുവാനും സംസാരിക്കുവാനും നല്ലൊരു സൗഹൃദം പടുത്തുയർത്തുവാനും തുടങ്ങി. അങ്ങനെ അപ്പുവിനൊരു കാര്യം മനസ്സിലായി, പുതിയ കളിക്കോപ്പ് ഉള്ളതിനേക്കാൾ പ്രധാനം നല്ലൊരു കൂട്ടുകാരൻ ഉള്ളതാണ്. ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനും നല്ല കൂട്ടുകാരായിരിക്കാനും ശ്രമിക്കണം. നല്ല കൂട്ടുകാരാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. നമുക്കും ഇങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അല്ലേ? അതെ, ചില സമയത്ത് നമുക്ക് ഉപകാരപ്രദവും നമുക്കെന്തെങ്കിലും ഒരു ആപത്ത് വന്ന് ഭവിച്ചാൽ നമ്മളെ ആ പ്രതിസന്ധിയിൽ നിന്നും പ്രശ്നത്തിൽ നിന്നും തോളോട് തോള് ചേർന്ന് നിന്ന് അതിനെ അഭിമുഖീകരിച്ച് നമ്മളെ മുമ്പോട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്കുമില്ലേ
ഇതുപോലെ നല്ല നല്ല സുഹൃത്തുക്കൾ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. നല്ല സുഹൃത്തുക്കൾ ഒരിക്കലും നിസ്സാര കാരണങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളെ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. സമ്പത്തിനേക്കാൾ ഏറ്റവും മൂല്യമുള്ളതാണ് നല്ലൊരു സുഹൃത്ത് നമുക്കുണ്ടാവുക എന്നുള്ളത്. ആപത്ത് ഘട്ടത്ത് കൈതന്ന് കൂടെ നിൽക്കുന്ന നല്ല നല്ല സുഹൃത്തുക്കളെ നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. അങ്ങനെയുള്ള നല്ല സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടോ എന്നാദ്യം നിങ്ങളൊരു പരീക്ഷണം നടത്തുക. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ നിങ്ങൾ ഓരോരുത്തരോടുമായി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.